ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുമീസ് ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ അത് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ കാണിച്ചത് അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് എന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു അലമാര വാങ്ങാൻ പോകാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല ഇവിടെ അലമാര കട്ടിലൊന്നുമില്ല. അപ്പോൾ കുറേ നാളായിട്ട് വിചാരിക്കുകയാണ് വാങ്ങണമെന്ന്. അപ്പോൾ ഇന്ന് അതിനൊരു സമയം കിട്ടി. അപ്പോൾ രാശേട്ടൻ ഞാനും നിശ്ചയും കൂടിയാണ് കേട്ടോ പോണത്. ഇപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു ഫർണിച്ചർ ഷോപ്പിലാണ് പോണത്. അപ്പോൾ അതെ നിച്ചുനെ കാണുന്നത്. നിച്ചു രാവിലെ തന്നെ പണി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ കേട്ടോ. എന്താ കാണിക്കണേ? എന്താ ഇത് അപ്പണ അതിൻ്റെ ഉള്ളിൽ മാസ്ക് എടുക്കലാണോ? അല്ലോ നല്ല വാവ. അപ്പോൾ അവൾ രാവിലെ തന്നെ മാസ്ക് എടുക്കണം. അപ്പോൾ രാവിലെ ചേട്ടൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകാം. അപ്പം ഇനി നമുക്ക് കാറിൻ്റെ ഉള്ളിൽ പോയിട്ട് വ്ളോഗ് എടുക്കാട്ടോ. ഇച്ചാക്കെ വാ വണ്ടിക്കര് അങ്ങോട്ട് അമ്മ എടുത്തോട്ടല്ല അങ്ങോട്ട് പോ അറിയിച്ചു. അപ്പം ഞങ്ങളതേ പോവാണ് കേട്ടോ. മാസ്ക് കിട്ടുക നിച്ചുവിന് അങ്ങനെ മാസ്ക് ഇടണോണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. അവൾ ഇട്ടോളും. ഇത് കണ്ടോ കാണിച്ചു വെച്ചേക്കണേ കൂടെ പാവം കൊച്ച്. എന്താ വാവേ നമ്മളെവിടെ പോണ? കൊട വാങ്ങാൻ പോവാ? ഇതെന്താണ് കളിക്ക? ഇതാരാണിത്? ഇതെന്താ ചകടിച്ചു? ഇതേ രാശേട്ടൻ ഡ്രൈവിങ് ചെയ്താണ്. അയ്യോ എന്താ വാവേ? എന്താ കണ്ണാ? അപ്പോൾ അതേ ഞങ്ങൾ കാറിൽ യാത്ര തുടരാണ് കേട്ടോ. അപ്പോൾ അത് നല്ല മഴയൊക്കെ വന്ന് മാറിയിട്ട് നല്ലൊരു കാലാവസ്ഥയാണ്. നല്ലൊരു തണുത്ത കാലാവസ്ഥയാണ്. കുറേ നാളായി ഇതുപോലെ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട്. പിന്നെ ഇത് നമ്മുടെ അടുത്തുള്ള അമ്പലം കേട്ടോ. അപ്പോൾ ഇതിലെ കൂടി പോയതുകൊണ്ട് ഒന്ന് തൊഴാൻ പറ്റി. കുറേ നാളുകൾക്ക് ശേഷമാണ് ഇതേപോലെ പോണത് തന്നെ. അപ്പോൾ ഞങ്ങളുടെ വീടായിട്ടുള്ള ഒരു റോഡാണ് ഇതൊക്കെ. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് നമ്മുടെ സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ്. നമ്മൾ കോഴിക്കോട് വടകരയുടെ ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നല്ല രസമാണ്. നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിലൊക്കെ നല്ല അടിപൊളി പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഞാൻ കൂടുതലായിട്ടും ആ ഒരു ടൈമിലാണ് കേട്ടോ പോണത് അവിടെ. അപ്പോൾ ഇനി ഈ വർഷം എങ്ങനെയാണ് എന്താണെന്ന് അറിയാൻ പറ്റില്ല. കൊറോണയുടെ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പോൾ എന്താ വെച്ചു? അത് സാധനമാണ്. എന്താണ് പാവ? എന്താ ആന ഉണ്ടോ അവിടെ? പിന്നെന്തുണ്ട് അവിടെ? മീന ഉണ്ടോ അവിടെ? പിന്നെന്തുണ്ട്? മീന ഉണ്ടോ കണ്ണാ? അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് മൊബൈലിലാണ്. പിന്നെ ഞാൻ കയ്യിൽ ഇതേപോലെ സൈഡിൽ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് കൊച്ചിനെ പിടിച്ചിട്ട് മൊബൈലിൽ വെച്ചിട്ട് വീഡിയോ ഇതേപോലെ വ്ളോഗൊന്നും എടുക്കാനാണെന്നുണ്ടാകുന്നില്ല. അപ്പോൾ ഒരു കണക്കിന് ഞാൻ എടുത്തതാട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു ഇത് പോരായ്മകൾ ഉണ്ടാവും. അതായത് ചെറിയൊരു ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനോട് ക്ഷമിച്ചിട്ട് ഈ ഒരു വീഡിയോ കാണാം. എവിടെ പോണ പറ? ഇത് നോക്കി അല്ല നമ്മൾ കടയിൽ പോണല്ലേ. കടയിൽ എന്താ വാങ്ങാൻ പോണേ? പറ. കൊട വാങ്ങാൻ പോന്നാ? കൊട എന്തിനാ എടുക്കണേ? ബാക്ക് എടുക്കണം. പിന്നെ ഇപ്പോൾ നമ്മൾ ടൗണിൽ എത്തിയിട്ടുണ്ട് വടകരയിൽ. അപ്പോൾ കാർ പാർക്ക് ചെയ്യാനായിട്ട് ഒരു നമ്മളൊരു ഇതില്ലേ സിൽസിൻ്റെയൊക്കെ ഒരു ഷോപ്പിൻ്റെ അടിയിലാണ് കൊണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ അല്ലാണ്ട് വേറെ സ്ഥലമൊന്നുമില്ല കാർ പാർക്കിങ്ങിന്. അപ്പോൾ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ നടന്ന് വരികയാണ് കാണുന്നത്.
അപ്പോൾ ഇനി അവിടെ നടന്നത് ഇപ്പോൾ ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷോപ്പ്. അപ്പോൾ ഇവിടെ നിന്നാണ് കുറേ ഷോപ്പ് അതിൻ്റെ അടുത്തുണ്ട് കേട്ടോ. ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ നേരത്തെ ഫോൺ വിളിച്ച് എത്രയാണ് റേറ്റ് എങ്ങനെയാണെന്നൊക്കെ ഒരുവിധം ചോദിച്ച് ഒരുവിധം നമുക്കൊരു എന്താ പറയുക നല്ലൊരു ഇത് തോന്നിയിട്ടാണ് ഈ ഒരു ഷോപ്പിൽ വന്നത്. അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ കണ്ണ് തള്ളി ഏതെടുക്കണം എന്നുള്ളൊരു ഡൗട്ടായിപ്പോയി. ഞാൻ ഇച്ചിരി പാലും സംഭവം എല്ലാം കൊണ്ടുപോകാൻ വന്നതാട്ടാവാം. എനിക്കറിയാം അവിടെ ചെല്ലുമ്പോൾ വെള്ളം വേണം അത് ഇതൊക്കെ വേണമെന്ന് അറിയുന്നുണ്ട്. എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട് അവൾക്കങ്ങനെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. അവളുടേതായിട്ടുള്ള സാധനങ്ങൾ കഴിച്ചും കുടിച്ചൊക്കെ ഇരിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം ആ നേരത്ത് ജസ്റ്റ് ഇവിടെ വന്നിട്ട് എന്താ പറയുക ഫർണിച്ചറിൻ്റെയൊക്കെ ഒരു ജസ്റ്റ് ഒരു വീഡിയോയിൽ ഇങ്ങനെ കാണിക്കണ്ടേ. അപ്പോൾ നമ്മൾ എടുത്തേക്കണ ഫർണിച്ചർ ഞാൻ വീട്ടിലോട്ട് വരുമ്പോഴേ കാണിക്കാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിലോട്ട് ഉണ്ട് ഫർണിച്ചർ കുറേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുത്തത്. പക്ഷെ അവിടെ ഈ മൊബൈലിൻ്റെ വെട്ടം കൊണ്ടൊന്നും കാണാനാവില്ല. ഒരു ഇടുങ്ങിയ സ്ഥലമാണ്. കുറച്ച് ഫർണിച്ചറൊക്കെ ഉള്ളിലോട്ടായതുകൊണ്ടേ കുറച്ച് ഇടുങ്ങിയ സ്ഥലം ഇതുകൊണ്ട് കാണിക്കാനായില്ല. ജസ്റ്റ് ഫ്രണ്ടിൽ വെച്ചേക്കുന്ന ഫർണിച്ചറൊക്കെ ഉണ്ട് ഈ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു അലമാരയും അതേപോലെ തന്നെ കട്ടിലൊക്കെയാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അതേ ഇവിടെ കണ്ടില്ലേ നമ്മുടെ ഒരു പൂജാ റൂമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ നേരം അതൊക്കെ നോക്കി നിന്നേച്ച് കുറേ നേരം. അതിനിടയ്ക്ക് നിച്ചുണ്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ അവൾ അവിടെ നിന്ന് വേറെ പെറുക്കണുണ്ടായിരുന്നു കേട്ടോ. ഈ മുളയുടെ ഊഞ്ഞാല് പോലത്തെ സംഭവവും കുഞ്ഞി കസേരയില്ലേ സോറി വെള്ളി വരുന്നുണ്ട് കസേരയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. പക്ഷേ അതേപോലെ വിലയുണ്ടതുകൊണ്ട് നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങാത്ത കാരണം നമ്മുടെ മാത്രം സാധനങ്ങളൊക്കെ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അവൾ അവിടെ പോയിട്ട് കസേരയൊക്കെ എടുത്ത് ആ കസേരയിൽ ഇരിക്കുകയാണ് ചെയ്തത്. ഇതിൻ്റെ ഒരു ഊഞ്ഞാല ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ മുളയുടെ ഒരു ഊഞ്ഞാല്. പണ്ടോട്ടുള്ള ഒരു ആഗ്രഹം. പക്ഷെ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിലൊന്നും അങ്ങനെ അതൊന്നും വെക്കാനുള്ള ഒരു കൊളുത്തും സംഭവങ്ങളൊന്നും ഇല്ല. അതായത് ഇത് തൂക്കിടുന്നതല്ലേ, അപ്പോൾ അതിനുള്ള സംവിധാനമൊന്നും ഇപ്പോഴത്തെ വീട്ടിൽ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ ഞാൻ അതൊന്നും വാങ്ങിച്ചില്ല. അപ്പോൾ നിച്ചു കുറച്ച് നേരം അതിൽ ആ ഒരു ഇതിലൊക്കെ ഇരുന്നേച്ച് അവൾ കുറേ നേരം മാസ്ക് ഒക്കെ ഇട്ടട്ടോ. ഇടയ്ക്കൊന്ന് മാസ്ക് ഊരും, അത് കഴിഞ്ഞിട്ട് മാസ്ക് ഇടും. അങ്ങനെ വലിയ ഒരു ബുദ്ധിമുട്ടൊന്നും അവളെ കൊണ്ട് ഉണ്ടായില്ല കടയിൽ പോയിട്ട്. അങ്ങനെ ഞങ്ങളുടെ ഒരു അലമാര എടുത്തു, കട്ടിലെടുത്ത്, അതേപോലെ തന്നെ ഞങ്ങൾ ഒരു ഫാമിലി കോട്ടിൻ്റെ കട്ടിലാണ് എടുത്തത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബെഡ് ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ ഡബിൾ കോട്ടിൻ്റെ ബെഡാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫാമിലി കോട്ടിന് ഞാൻ ഒരു ബെഡും എടുത്തു. അങ്ങനെ എല്ലാം എടുത്ത് നമ്മൾ അവിടെ നിന്ന് തന്നെ ഡെലിവറിയൊക്കെ ഉള്ള കാരണം എല്ലാം ഏർപ്പാടാക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഞങ്ങൾ പോകുന്നതിൻ്റെ തൊട്ട് പറയുന്നത് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അവരെത്തി. അപ്പോൾ ഒരു ചേട്ടനാണ് വന്നത്. ആ ചേട്ടൻ ഇവിടെ നമ്മുടെ കട്ടിലൊക്കെ റെഡിയാക്കി നമ്മുടെ ബെഡും റെഡിയാക്കി ഇട്ടതാണ് കാണുന്നത്. അപ്പോൾ പുറത്ത് അലമാരയുണ്ട്. പക്ഷേ അലമാരയ്ക്ക് നല്ലൊരു കനമുള്ള കാരണം ആരുടെയെങ്കിലും ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നിച്ചു സൈഡിൽ മാറി മൊബൈലൊക്കെ പാട്ട് വെച്ച് കൊടുത്തിട്ട് അടക്കി എത്തിയേക്കണാണ്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ 2 ചേട്ടന്മാരെയൊക്കെ വിളിച്ച് അങ്ങനെ അലമാരയൊക്കെ ഞങ്ങൾ ഫിറ്റ് ചെയ്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ അലമാരി. അപ്പോൾ ഞാൻ അത് എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് കട്ടിലിൽ ഇത് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാമിലി കോട്ട് കട്ടിൽ. നേരത്തെ ഞാനത് എടുക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അവർ അത് എന്തോ അറേഞ്ച് ചെയ്തൊക്കെ വെക്കണാറാണ് എടുക്കാണ്ട് അങ്ങോട്ട് വേഗം ഫ്രണ്ടിലോട്ട് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് കട്ടിൽ. അപ്പോൾ ബെഡും വാങ്ങിച്ചു. ഇനി ബെഡ് കവറും കാര്യങ്ങളൊക്കെ വേറെ വാങ്ങിക്കണം. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ബെഡ്ഷീറ്റ് അവർ തന്നാട്ടോ ഫ്രീ ആയിട്ട് ഒരു ബെഡ്ഷീറ്റ് തന്ന്. കുഴപ്പമില്ല, നല്ലൊരു ബെഡ്ഷീറ്റാണ്. എനിക്ക് പക്ഷേ അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല, ഫ്രീ ആയിട്ട് കിട്ടണതല്ലേ. അപ്പോൾ വലിയ ഡിസൈനൊന്നും വേണ്ട, കാരണം ഡിസൈനൊക്കെ നല്ല പൈസയായിരുന്നു കേട്ടോ കട്ടിലിന്. ഡിസൈനൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടും കണ്ടതിൽ ഒരിത്തിരി കൂടി നല്ല തടിയാണെന്നുള്ള രീതിയിലായിട്ട് നമ്മൾ എടുത്തത് കട്ടിൽ. അപ്പോൾ അതേ ഇവിടെ നമ്മുടെ അലമാരിയൊക്കെ വെച്ച് ചേട്ടന്മാർ. അപ്പോൾ ഇതാണ് അലമാരി. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എടുക്കണതിൻ്റെ സൈഡിലാണ് അലമാരി വെച്ചേക്കുന്നത്. അപ്പോൾ 3 ഡോറിൻ്റെ അലമാരിയാണ് കേട്ടോ. ഒരു നല്ല സൗകര്യമുണ്ട്. ഞങ്ങളുടെ 3 പേർക്ക് 3 തട്ടായിട്ട്. ഇതിപ്പോൾ രാകേഷ് ചേട്ടൻ്റെ തട്ടാണ് കാണുന്നത്. രാകേഷ് ചേട്ടൻ്റെ മാത്രം മുണ്ടും ഷർട്ടും സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ട് പാർട്ടായിട്ട് വേറെ ഉണ്ട്. അപ്പോൾ ഒരെണ്ണം നിച്ചുവിനും ഒരെണ്ണം എനിക്കും അങ്ങനെയുള്ള രീതിയിൽ കണ്ടാ. അപ്പോൾ ഇങ്ങനെയാണ്. വലിയ ഓവറായിട്ട് വലിയ അലമാരിയൊന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾക്ക് 3 പേർക്ക് നല്ല ലാവിഷായിട്ട് സാധനങ്ങൾ വെക്കാം. സാരി വെക്കാനുള്ള സൗകര്യമാണ് കാണുന്നത്. പക്ഷേ സാരി ഒന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ഇവിടെ വാടകയ്ക്ക് താമസിക്കില്ല. അപ്പോൾ ഒരുപാട് തുണികളൊന്നും കൊണ്ടുവന്നിട്ടില്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം. നിങ്ങൾ കണ്ടില്ല. അപ്പോൾ അതായത് ഞാനാണ് മൊബൈലിലാണ് വീഡിയോ ഒക്കെ എടുക്കണത്. ക്യാമറയിൽ എടുക്കാനായിട്ടൊന്നും സാഹചര്യം ഒപ്പം ഉണ്ടായില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു.